വേടൻ കഞ്ചാവ് വലിച്ചു എന്നുള്ളൊരു വലിയ ആരോപണവുമായി കുറേ ആൾക്കാർ വേടനെ വേട്ടയാടുന്നുണ്ട്. വേടൻ ഒരു കവിയാണ്, കലാകാരനാണ്. കവികൾക്കും കലാകാരന്മാർക്കുമൊക്കെ ഈ തരത്തിലുള്ള ദൗർബല്യങ്ങൾ ഉള്ളതാണ്. അതിനെ ആരും കുറ്റപ്പെടുത്താറില്ല. കാരണം ഒരുപക്ഷെ അവരുടെ കലാസൃഷ്ടിക്ക് അത് പ്രചോദനം നൽകുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളിക്കൊരിക്കലും മറക്കാനാവാത്ത മധുരഗാനങ്ങൾ, കവിതകൾ രചിച്ച അദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ മദ്യപാനത്തിലൂടെയാണ് നഷ്ടപ്പെട്ടത്. അദ്ദേഹം കുടുംബത്തെ പോലും വേണ്ട രീതിയിൽ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി നമുക്ക് മറ്റൊരു കവി വയലാർ രാമവർമ്മ. അദ്ദേഹം എത്ര മധുരപരമായ ഗാനങ്ങളാണ് രചിച്ചിട്ടുള്ളത്. ഇന്നും മലയാളികളുടെ ചുണ്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗാനശകലങ്ങൾ വയലാറിൻ്റേതാണ്. ആ വയലാർ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. 47-ാമത്തെ വയസ്സിൽ ലിവർ സിറോസിസ് വന്നാണ് അദ്ദേഹം മരണമടഞ്ഞത്. നമ്മുടെ ആധുനിക കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അദ്ദേഹത്തിൻ്റെ കവിതകളെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉത്തമ സുഹൃത്തായിരുന്ന ജോൺ ഒരു ടെറസിൽ നിന്നും മദ്യപിച്ച് ലെവല് കെട്ട് താഴെ വീണ് മരണമടയും. അത്തരത്തിലുള്ളൊരു മദ്യപാനത്തിലൂടെ ജീവിതം നഷ്ടപ്പെടേണ്ടി വന്ന ജോൺ തൻ്റെ സഹോദരസ്ഥാനീയനാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് തനിക്ക് കൂടി ഉത്തരവാദിത്വമുണ്ടെന്നുള്ള ഒരു കുറ്റബോധത്തോടു കൂടി ഉള്ള ഒരു ആവിഷ്കാരമാണ്, ഒരു സ്വയമായുള്ള ഒരു ആവിഷ്കാരമാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് അതിൽ നടത്തിയിരിക്കുന്നത്. അതിൽ ജോണിന് തിരഞ്ഞ് നടക്കുന്ന അദ്ദേഹം ഒരു ചാരായം വിൽക്കുന്ന കടയിൽ ചെല്ലുന്ന ഒരു സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. സ്വാനുഭവം തന്നെയാണ്. പരിചിതമായ ചാരായശാലയിൽ നരകതീർത്ഥം പകർന്നു കൊടുക്കുന്ന പരുഷയോടു ഞാൻ ചോദിച്ചു, ഇന്ന് ജോൺ ഇവിടെ വന്നുവോ? പൊട്ടിച്ചിരിച്ചുകൊണ്ടൊരു പരിചയം ഗ്ലാസു നീട്ടുന്നു. താൻ എവിടെയായിരുന്നു ഇത്രനാളും കവി? ഇത് ചെകുത്താന്റെ രക്തം കുടിക്കുക. ഇവിടെ ഉണ്ടായിരുന്നു ജോൺ എപ്പോഴോ. ഒരു ബൊഹീമിയൻ ഗാനം പകുതിയിൽ പതറി നിർത്തി അവൻ ഇറങ്ങിപ്പോയി. അവനു കാവലാളാര്? ഈ ഞങ്ങളോ? ജലരഹിതമാം ചാരായം ഓർക്കാതെ ഒരു കവിൾ മോന്തി അന്നനാളത്തിലൂടെ എരിപൊരിക്കൊണ്ടിറങ്ങുന്നു മെർക്കുറി. അപ്പോൾ ഇങ്ങനെ കലാകാരന്മാരൊക്കെ മദ്യപിക്കുന്നവരും അല്പലഹരി ഉപയോഗിക്കുന്നവരും ഒക്കെയാണ്. അത് കുറ്റമല്ല. എന്നൊക്കെ എപ്പോഴൊക്കെ ഈ വലിയ കലാകാരന്മാർ അവിടെ മദ്യപാനം നിർത്തിയിട്ടുണ്ടോ, അവരിലെ കലയും അതോടുകൂടി അവരിൽ നിന്നും വിട പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേടനെ ഈ തരത്തിൽ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.